നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനും കുഞ്ഞിനെ എടുക്കാറും ലാളിക്കാറും ഒക്കെ ഉണ്ട്. അത് വല്യമ്മയായിട്ട് നിന്നുകൊണ്ട് തന്നെയാ. അല്ലാതെ അമ്മയായ നിന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സന്ദീപിനോട് പോലും. എന്തൊക്കെ പറഞ്ഞാലും അർച്ചന ചേച്ചി എന്റെ കൂടെപ്പിറപ്പാ. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് ഇപ്പൊ എനിക്കെന്റെ കുഞ്ഞ്. ഓരോ ദിവസം കഴിയുന്തോറും അവൾ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ ഞാൻ പിന്നെ എന്റെ കുഞ്ഞിനെ ആരും ഇല്ലാതായി തീരും. അച്ഛ ചേച്ചി ഇല്ലാതെ അവക്ക് ജീവിക്കാൻ വയ്യാതെ വരും. ഏട്ടത്തി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കും തോറും എനിക്ക് സമാധാനം പോകുന്നതല്ലാതെ ഒരു തരത്തിലും സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. നീ അതിനിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ലാതിരെ. നിന്റെ കുഞ്ഞല്ലേ, നീ നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞ്. ഇപ്പൊ അർച്ചന ഇങ്ങനെയൊക്കെ കാണിക്കുന്നു വെച്ച് നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇനി നീ പ്രതികരിച്ചില്ലെങ്കിലേ നിന്റെ കാര്യം പോക്ക. കുഞ്ഞു വളരുന്നതോടെ അവള് നിന്നിൽ നിന്നും അകലം പാലിച്ചു തുടങ്ങും. ഞാൻ വീണ്ടും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയും നീ മിണ്ടാതിരുന്ന ഇപ്പൊ നീ ഭയക്കുന്നത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയാ. അത് നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ട് നീ ഇപ്പം മറന്നില്ലെങ്കിൽ നിന്റെ കുടുംബം, അതായത് നീയും സന്ദീപും കുഞ്ഞും അടങ്ങുന്ന കുടുംബം 3 പിരിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പറ്റില്ല എന്നുള്ളത് പറ്റില്ല എന്ന് തന്നെ പറയണോ അതിരെ? പറയുന്ന നേരത്തുള്ള പ്രയാസേ കാണൂ. അത് പറഞ്ഞു കഴിഞ്ഞാ നഷ്ടമായ സമാധാനവും സന്തോഷവും ഒക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് നിന്റെ കുഞ്ഞിന്റെയും ജീവിതം. അത് വെച്ച് നീ കളിക്കരുത്. നിന്റെ ചേച്ചി തന്നെയല്ലേ? നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ആ മുഖത്ത് നോക്കി തന്നെ പറയണം. ആദ്യം ചിലപ്പോ അർച്ചനയ്ക്ക് വിഷമായി എന്നൊക്കെ വരും. പിന്നെ അർച്ചനയ്ക്ക് തന്നെ മനസ്സിലാവും നീ പറയുന്നതാ ശരിയെന്ന്. അല്ലെങ്കിൽ തന്നെ അർച്ചനയ്ക്ക് ഇത്ര വിഷമം വരാൻ എന്തിരിക്കുന്നു? അവള് പ്രഗ്നന്റ് ആയിട്ട് പോലും ഇല്ലല്ലോ. പക്ഷേ ഞാനങ്ങനെയല്ല. ഒരു തവണ പ്രഗ്നന്റ് ആയതും എനിക്ക് വിധിച്ചിട്ടില്ലാത്തതിനാൽ അത് നഷ്ടപ്പെട്ടു പോയതുവാ. അപ്പോ എന്നേക്കാൾ സ്നേഹം അർച്ചനയ്ക്ക് കുഞ്ഞിനോട് തോന്നേണ്ട കാര്യമില്ല. ഞാനും കുഞ്ഞിനെ എടുക്കാറും ലാളിക്കാറും ഒക്കെ ഉണ്ട്. അത് വല്യമ്മയായിട്ട് നിന്നുകൊണ്ട് തന്നെയാ. അല്ലാതെ അമ്മയായ നിന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. എല്ലാ അമ്മമാരെയും പോലെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ചും താലോലിച്ചും നീ നടക്കണോ? അതോ അമ്മയായ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് വല്യമ്മ കുഞ്ഞിനെ നോക്കുന്നുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ആതിരെ തന്നെ തീരുമാനിക്കും.
ശിവരമേട്ട, ഏട്ടനെന്ന് ലീവാണോ? ലീവൊന്നുമല്ല. ഉച്ചയ്ക്ക് ശേഷം നന്ദൻ സാറിനെ കൊണ്ട് ഓഫീസിൽ പോകണം. അപ്പോ ആ സമയത്ത് വരാന്ന് കരുതി. ഞാൻ നോക്കി, ഏട്ടനെ കാണാത്തോണ്ട് ഒരു ഓട്ടോ വിളിച്ച് ഞാനിങ്ങ് പോന്നു. ഇവിടെ അടുത്താണോ ഏട്ടന്റെ വീട്? അതെ, തൊട്ടടുത്താ. നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ഇന്ദു ചേച്ചിയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ? വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഇവിടെ അടുത്താന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോവാം. അതിപ്പോ വേണ്ട മേഡം, അത് ശരിയാവില്ല. ശരിയാവില്ലെന്നോ? അതെന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അത് ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ കാര്യമൊക്കെ അന്ന് പറഞ്ഞല്ലോ. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടാ എന്റേത്. അവിടേക്കൊക്കെ മേഡം വരിക എന്ന് പറഞ്ഞാ... അതാണോ കാര്യം? എന്നാ എനിക്കതിലൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരാളും അല്ല ഞാൻ. ഞാൻ വരുന്നത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ. ഏട്ടൻ പറഞ്ഞതും ഞാൻ അങ്ങോട്ട് വരുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. വീട് ഇത്ര അടുത്താണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വന്ന് കുഞ്ഞിനെ ഒന്ന് കാണാതെ പോകുന്നത് എനിക്ക് എന്തോ പോലെയാ. ശിവരമേട്ടൻ നിൽക്ക്, ഞാൻ പ്രസാദം മേടിച്ചിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഇതാ കുഞ്ഞെ വീട്. മോള് കരയാണല്ലോ. കുഞ്ഞിവിടെ ഇരിക്കും, ഞാൻ അവരെ വിളിക്കാം. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം വൃത്തിയാക്കാനൊന്നും സമയം കിട്ടിയില്ല. വീട് മുഴുവൻ അലങ്കോലായി കിടക്കുക. അതൊന്നും സാരമില്ല, ഞാൻ അകത്ത് ചെന്ന് കണ്ടോളാം. എന്തിനാ മോള് കരയുന്നത്? അറിയില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. എന്താണ്? ഈശ്വര, ഇപ്പോഴാ സമാധാനമായത്. ഞാൻ എത്ര നേരമായിട്ട് ശ്രമിക്കുന്നതാണെന്നറിയാവോ? അർച്ചന എടുത്തപ്പോ സ്വിച്ച് ഇട്ട പോലെയല്ലേ മോളെ കരച്ചിൽ നിർത്തിയത്. വീട്ടിലെ മോള് ഇതുപോലെ തന്നെയാ. ഞാൻ എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. ആതിരയുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും സമയം എന്റെ കൂടെയാ. അതുകൊണ്ടാവും. എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവനാ. എത്ര നേരം വേണമെങ്കിലും ഞാൻ അവരോടൊപ്പം ഇരിക്കും. ഏട്ടൻ എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയല്ലേ? ട്രീറ്റ്മെന്റും എടുത്ത് മുടങ്ങാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശ്വരൻ അത് കേൾക്കാതിരിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനും ഏട്ടനും തന്നെയാ. അല്ലേ ഏട്ടാ? അതെ അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.